ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपा कदा मह्यं ददाति स्वपदान्तिकम्। वन्देऽहं श्रीगुरो श्रीयुतपदकमलं श्रीगुरून् वैष्णवांश्च श्रीरूपं सागरजातं सहगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधा कृष्णपादा सहगणललिता श्रीविशाखान्वितांश्च। हे कृष्णा करुणा सिन्धो दीनबन्धो जगत्पते गोपेशा गोपिका कान्ता राधा कान्ता नमोऽस्तुते। तप्त काञ्चन गौरांगी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमो विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्तस्वामिनिति नामिने। नमस्ते सरस्वते देवे गौरवाणी प्रचारिणे निर्विशेषशून्यवादी पाश्चात्यदेशतारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृंदा। हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे। हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे। हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे। मूकं करोति वाचालं पङ्गुं लङ्घयते गिरिं यत्कृपातमहं वन्दे श्रीगुरुदीनतारिणं परमानन्दमाधवं श्रीचैतन्यमीश्वरम्। ഹരേ കൃഷ്ണ. പ്രിയപ്പെട്ട എല്ലാ ഭക്തർക്കും എൻ്റെ വിനീതമായ പ്രണാമം. ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 11 ശ്ലോകം നമ്പർ 31 വരെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കി. അപ്പോൾ വിശ്വരൂപം കണ്ട അർജുനൻ്റെ ഒരു മാനസികാവസ്ഥ നമ്മൾ കണ്ടു അല്ലേ. അദ്ദേഹം അത്ഭുതകരമായിട്ടുള്ള ആ ഒരു രൂപം കണ്ടു. പല 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 കാര്യങ്ങൾ അർജുനൻ കാണുന്നു. അതെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തു. അതായത് അദ്ദേഹം കാണുന്നു കുരുക്ഷേത്ര യുദ്ധത്തിൽ ഇനി ഉണ്ടാവാൻ പോകുന്ന കാര്യങ്ങൾ, ഇനി ഉണ്ടാവാൻ പോകുന്ന ഫ്യൂച്ചർ എന്തായിരിക്കും എന്നുള്ളതൊക്കെ. എല്ലാ യോദ്ധാക്കളും ഭഗവാന്റെ വായ്ക്കകത്തേക്ക് ഇറങ്ങുന്നതൊക്കെ ആയിട്ട് അങ്ങനെ ഒരുപാട് കാഴ്ചകൾ അദ്ദേഹം കണ്ടു അല്ലേ. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ അർജുനൻ കണ്ടുകൊണ്ടിരിക്കുന്നു ആ കാലചക്രത്തെ കാണുന്നു. അല്ലെങ്കിൽ എല്ലാത്തിൻ്റെയും തുടക്കം ഭഗവാനാണ്, എല്ലാത്തിൻ്റെയും അവസാനം ഭഗവാനാണ്, സർവ്വകാരണങ്ങളുടെയും കാരണമാണ് അദ്ദേഹം. പിന്നെ അദ്ദേഹത്തിൻ്റെ ശക്തികൾ, ദേവന്മാരെല്ലാവരും ഭഗവാന്റെ ശരീരത്തിൽ കാണുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം കാണുന്നു. കാണാത്തതായിട്ടുള്ളതൊന്നുമില്ല ശരിക്കും. എല്ലാം സർവ്വചരാചരങ്ങളും അദ്ദേഹം വിശ്വരൂപത്തിൽ കാണുന്നു. അത് കാണുമ്പോൾ അർജുനന് അത് കണ്ടപ്പോൾ അത്ര സുഖം ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിന്. അതെല്ലാം കാണുമ്പോൾ അദ്ദേഹം പറയുന്നു, എനിക്ക് ഇത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എന്നുള്ളൊരു അഭിപ്രായം അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. ഇനി അവസാനം അർജുനനൊരു ചോദ്യം ചോദിക്കുന്നുണ്ട് കൃഷ്ണനോട്. അങ്ങ് ആരാണ്? ഓൾറെഡി അതിനു മുമ്പും പല സ്ഥലങ്ങളിലായിട്ട് അർജുനൻ ചോദിച്ചിട്ടുണ്ട്, കൃഷ്ണൻ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ ഒരു രൂപത്തിൽ കണ്ടപ്പോൾ അർജുനൻ ഒന്നുകൂടെ ചോദിക്കുന്നു. കാര്യം വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല, എല്ലാവരെയും മനസ്സിലാക്കിപ്പിച്ചു കൊടുക്കാൻ. അതായത് വരും തലമുറകൾക്ക്, ഇനി വരുന്ന ആളുകൾക്ക്, നമ്മളെപ്പോലുള്ളവർക്കൊക്കെ മനസ്സിലാക്കിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അർജുനൻ അങ്ങനെ ചോദ്യം ചോദിക്കുന്നത്. അങ്ങ് ആരാണ്? എന്താണ് അങ്ങയുടെ മിഷൻ? എന്താണ് അങ്ങ് ഉദ്ദേശിക്കുന്നത് ഈ ഒരു അവതാരം കൊണ്ട്, അല്ലെങ്കിൽ
അങ്ങയുടെ മിഷൻ എന്താണ് എന്നുള്ളത് ചോദിക്കുന്നു. അപ്പോൾ അതിന് ഉത്തരമായിട്ട് കൃഷ്ണൻ ഇനി പറയാൻ പോകുന്നു 32ാമത്തെ ശ്ലോകത്തിൽ. അപ്പോൾ നമുക്ക് നോക്കാം. ശ്രീ ഭഗവാനുവാച കാലോസ്മി ലോകാക്ഷയകൃത് പ്രവൃദ്ധോ ലോകാൻ സമാഹർത്തുമിഹ പ്രവൃത്തഃ ഋതേപി ത്വാം ന ഭവിഷ്യന്തി സർവേ യേവ സ്ഥിതാ പ്രതി അനികേഷു യോധാഃ. വായിക്കാം ശ്ലോകം. ഹരേ കൃഷ്ണ പ്രഭു. ഓം നമോ ഭഗവതേ വാസുദേവായ. ഭഗവാനുവാച കാലോസ്മി ലോകേ ക്ഷയകൃത് പ്രവൃദ്ധോ ലോകാൻ സമാഹർത്തുമിഹ പ്രവൃത്തഃ ഋതേപി ത്വാം ന ഭവിഷ്യന്തി സർവേ യേവത്സിതാ പ്രത്യനികേഷു യോധാഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ ഭഗവാനുവാച കാലോസ്മി ലോകക്ഷയകൃത് പ്രവൃദ്ധോ ലോകാൻ സമാഹർത്തുമിഹ പ്രവൃത്തഃ ഹൃദേപി ത്വം ന ഭവിഷ്യന്തി സർവേ യേവ സ്ഥിതാ പ്രതി അനികേഷു യോദ്ധാഃ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. കാലോ ശ്രീ ഭഗവാനുവാച കാലോസ്മി ലോകക്ഷയകൃത് പ്രവൃദ്ധോ ലോകാൻ സമാഹർത്തുമിഹ പ്രവൃത്തഃ ഋതേപി ത്വാം ന ഭവിഷ്യന്തി സർവേ യേ അവസ്ഥിതാ പ്രത്യനികേഷു യോദ്ധാഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. യെസ്. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ശ്രീ ഭഗവാനുവാച കാലോസ്മി ലോകക്ഷയകൃത് പ്രവൃദ്ധോ ലോകാൻ സമാഹർത്തുമിഹ പ്രവൃത്ത ഋതേപി ത്വാം ന ഭവിഷ്യന്തി സർവേ യേവ സ്ഥിതാ പ്രത്യനികേഷു യോദ്ധാഃ. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭുജി. ഹരേ കൃഷ്ണ പ്രഭുജി. ശ്രീ ഭഗവാനുവാച കാലോസ്മി ലോകക്ഷയകൃത് പ്രവൃദ്ധോ ലോകാൻ സമാഹർത്തുമിഹ പ്രവൃത്തഃ ഋതേപി ത്വാം ന ഭവിഷ്യന്തി സർവേ യേവ സ്ഥിതാ പ്രത്യനികേഷു യോദ്ധാഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓക്കെ, വിവർത്തനം ഭാവാർത്ഥം വായിക്കാം. ഞാൻ വായിച്ചോട്ടെ പ്രഭുജി? ഞാൻ വായിച്ചോട്ടെ? വായിക്കൂ. വിവർത്തനം ആൻഡ് ഭാവാർത്ഥം ബൈ ശ്രീല പ്രഭുപാദ് കി ജയ്. പരമദിവ്യോത്തമ പുരുഷൻ പറഞ്ഞു, സമസ്ത ലോകങ്ങളെയും സംഹരിക്കുന്ന കാലമാകുന്നു ഞാൻ. ഈ കാണുന്ന ജനങ്ങളെയെല്ലാം നശിപ്പിക്കാനാണ് ഞാൻ ഇവിടെ സന്നിഹിതനായിരിക്കുന്നത്. നിങ്ങൾ പാണ്ഡവരൊഴികെ രണ്ടു കക്ഷിയിലും പെട്ട യോദ്ധാക്കളേവരും കൊല്ലപ്പെടും. ഭാവാർത്ഥം: കൃഷ്ണൻ തന്റെ സുഹൃത്താണെന്നും ഭഗവാനാണെന്നും അർജുനന് അറിയാം. എങ്കിലും കൃഷ്ണന്റെ ഈ വിവിധ രൂപങ്ങൾ ദർശിച്ചപ്പോൾ അദ്ദേഹം അമ്പരന്നുപോയി. അതുകൊണ്ടാണ് ഈ സംഹാരശക്തി പ്രതിഭാസത്തിന്റെ യഥാർത്ഥ ദൗത്യം എന്തെന്ന് ചോദിക്കുന്നത്. പരമസത്യം എല്ലാ സൃഷ്ടികളെയും ബ്രാഹ്മണരെ പോലും നശിപ്പിക്കുന്നു എന്നാണ് വേദാന്ത സിദ്ധാന്തം. കഠോപനിഷത്തിൽ പറയുന്നു 1:2:25. യസ്യ ബ്രഹ്മച ക്ഷത്രം ച ഉഭേ ഭവത ഓദനഃ മൃത്യും രസ്യോപസേചനം ക ഇത്താവേദ യത്ര സഹ. ഒരിക്കൽ ബ്രാഹ്മണരും ക്ഷത്രിയരും മറ്റെല്ലാവരും പരമപുരുഷന് ഭക്ഷണമായി തീരും. സർവഭക്ഷകനായ ആ ഭഗവാൻ ഉപദ്രവമാണ് ഇവിടെ കണ്ടത്. സംഹാരമൂർത്തിയായ കാലത്തിന്റെ വടുവ് എടുത്തിരിക്കുകയാണ് കൃഷ്ണൻ. പാണ്ഡവരൊഴികെ മറ്റു പോരാളികളെല്ലാം വധിക്കപ്പെടും. അർജുനൻ യുദ്ധം ചെയ്യാൻ താല്പര്യമില്ലായിരുന്നു. യുദ്ധം ചെയ്യാതിരിക്കുകയാണ് നല്ലതെന്ന് അർജുനൻ വിചാരിച്ചു. അസ്വസ്ഥകൾ ഉണ്ടാവില്ലല്ലോ. എന്നാൽ അദ്ദേഹം പൊരുതിയില്ലെങ്കിലും ശരി, അവരെല്ലാം മരിക്കുക തന്നെ ചെയ്യും എന്നാണ് കൃഷ്ണൻ പറയുന്നത്. അതാണ് ഭഗവാന്റെ നിശ്ചയം. അർജുനൻ യുദ്ധം ചെയ്തില്ലെങ്കിൽ മറ്റൊരു വിധത്തിലാവും ആ മരണം എന്നേയുള്ളൂ. മരണത്തെ തടയാൻ ആർക്കും ആവുന്നില്ല. വാസ്തവത്തിൽ അവരിപ്പോഴേ മരിച്ചു കഴിഞ്ഞു. സംഹാരമാണ് കാലം. സകല പ്രതിഭാസങ്ങളും ഭഗവാന്റെ ഹിതമനുസരിച്ച് മറഞ്ഞു പോകണമെന്നത്രേ പ്രതി. ഹരേ കൃഷ്ണ. താങ്ക് യു. പ്രണാമം പ്രഭുജി. ഹരേ കൃഷ്ണ. താങ്ക് യു. അപ്പോൾ അർജുനൻ ചോദിക്കുന്ന ചോദ്യം, നിങ്ങൾ ആരാണ്, അല്ലെങ്കിൽ ഭഗവാനെ കുറിച്ച് ചോദിക്കുന്നു, അങ്ങ് ആരാണ്? എല്ലാവിധ അദ്ദേഹം അങ്ങനെ വെറുതെ ചോദിക്കുന്നതല്ല. ഇതെല്ലാം ഈ ഒരു രൂപം കണ്ട് അമ്പരന്ന് അത്ഭുതപ്പെട്ട് എന്താണ് ചെയ്യേണ്ടത്, എന്താണ് പറയേണ്ടതെന്ന് അറിയാത്തൊരവസ്ഥയിൽ വന്നു അദ്ദേഹം. അങ്ങനെ അർജുനൻ വളരെ പ്രാർത്ഥനാ മനോഭാവത്തോടു കൂടിയിട്ടാണ് അർജുനൻ ഈ 2 ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അങ്ങയുടെ ഈ ഉഗ്രരൂപത്തിൻ്റെ ഉദ്ദേശം എന്താണ് എന്നുള്ളത്.
അങ്ങ് ആരാണ്, അങ്ങയുടെ മിഷൻ എന്താണ് എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ ഉത്തരം ഭഗവാൻ പറയുന്നു, അദ്ദേഹം പറയുന്നു കാലോസ്മി ലോകക്ഷയകൃത് പ്രവൃദ്ധോ. ഭഗവാൻ പറയുന്നു ഞാൻ ഇവിടെ കാലം ഞാൻ തന്നെയാണ്, അല്ലെങ്കിൽ സമയം എന്ന് പറയുന്നത് ഞാനാണ് എന്ന് അദ്ദേഹം പറയുന്നു. അഹം കാലോസ്മി ലോകക്ഷയ കൃത് പ്രവൃത്തോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമയം ഞാനാണ്, കാലം എന്ന് പറയുന്നത് ഞാൻ തന്നെയാണ്. ഈ കാലം എന്ന് പറയുന്നത് എന്താണ്? ആക്ച്വലി സമയം ചെയ്യുന്നത് എന്താണ്? സമയത്തിൻ്റെ ഒരു ഫങ്ഷൻ എന്താണ്? ലോകക്ഷയം. എല്ലാ ലോകങ്ങളും എല്ലാം നശിക്കുന്നു. അപ്പോൾ കാലം എന്ന് പറയുന്ന ടൈം ഫാക്ടർ എന്ന് പറയുന്നതാണ്, നമുക്കറിയാം, എല്ലാം നശിക്കുന്നതിന് കാരണം ആക്ച്വലി ടൈമാണ്, അല്ലേ? ടൈം അല്ലെങ്കിൽ സമയം കൂടുന്നതനുസരിച്ച്, ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ ശരീരം തന്നെ നോക്കിക്കഴിഞ്ഞാൽ സമയമാണ് നമ്മളെ മുന്നോട്ട്, സമയത്തിൻ്റെ പ്രഭാവം കൊണ്ടാണ് നമുക്ക് ഓരോരുത്തർക്കും പ്രായമായിക്കൊണ്ടിരിക്കുന്നതും അവസാനം നമ്മൾ നശിച്ചു പോകുന്നതും മരിക്കുന്നതും, ഈ ശരീരം നശിച്ചു പോകുന്നത്, ശരീരത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. അതേപോലെ സൃഷ്ടി എടുക്കുകയാണെങ്കിൽ ഈ ഭഗവാന്റെ എല്ലാ സൃഷ്ടികളും അൾട്ടിമേറ്റ്ലി ഭഗവാൻ എല്ലാം സംഹരിക്കുന്നു, അല്ലേ? സംഹാരം നടത്തുന്നതും ഭഗവാൻ തന്നെ. അതുകൊണ്ടാണ് പറയുന്നത് എല്ലാം കാലം അല്ലെങ്കിൽ സമയത്തിൻ്റെ പ്രഭാവത്തിൽ എല്ലാം നശിക്കുന്നു. ആ കാലം അല്ലെങ്കിൽ ആ സമയം എന്ന് പറയുന്നത് ഞാനാണ് എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. ലോകാൻ സമാഹർത്തും ഇഹ പ്രവൃത്തഃ. ഞാനിവിടെ വന്നിട്ടുള്ള എന്തുകൊണ്ടാണ്, അങ്ങയുടെ ഉദ്ദേശം എന്താണെന്നും ചോദിച്ചിട്ടുണ്ട് അർജുനൻ. അതിന് ഉത്തരമായിട്ട് അദ്ദേഹം പറയുന്നു, കൃഷ്ണൻ പറയുന്നു, ഞാൻ ശരിക്കും പറയുകയാണെങ്കിൽ എല്ലാവരെയും അവസാനിപ്പിക്കാൻ വന്നതാണ് എന്നുള്ളത്. അതായത് അധർമ്മികളെ, നമുക്കറിയാം യഥാഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത, അല്ലേ? ധർമ്മത്തിന് ഗ്ലാനി സംഭവിക്കുമ്പോൾ അധർമ്മികൾ കൂടുന്ന സമയത്ത് ഭഗവാൻ അവതാരം എടുത്തു വരുന്നു എന്നുള്ളത് നമ്മൾ 4-ാമത്തെ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. ഇവിടെ ഭഗവാൻ അത് തന്നെയാണ് പറയുന്നത്, എല്ലാം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട്. കാര്യം അധർമ്മികളാണ് കൗരവ പക്ഷത്തിലുണ്ടായിരുന്നത്, അപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറയുന്നത്. പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്, ഋതേ, അത് കഴിഞ്ഞിട്ട് പറയുന്നു ഋതേ പി ത്വാം ന ഭവിഷ്യന്തി സർവേ. എന്നാൽ കൗരവർ മാത്രമല്ല, എല്ലാവരും എന്നുള്ള രീതിയിൽ അദ്ദേഹം ഇവിടെ പറയുന്നു. പാണ്ഡവരൊഴികെ, നിങ്ങളൊഴികെ. കാര്യം രണ്ട് കൂട്ടത്തിലും പാണ്ഡവരുടെ സൈഡിൽ യുദ്ധം ചെയ്തിട്ടുള്ളവരും കൗരവരുടെ സൈഡിൽ യുദ്ധം ചെയ്തിട്ടുള്ളവരും മിക്കവാറും എല്ലാവരും ആക്ച്വലി ഈ ഒരു കുരുക്ഷേത്ര യുദ്ധ ഭൂമിയിൽ മരിക്കുന്നുണ്ട്. പാണ്ഡവർക്കൊന്നും സംഭവിക്കുന്നില്ല. അതേപോലെ കുറച്ച് പേർക്ക് മാത്രം ഒന്നും സംഭവിക്കുന്നില്ല. ബാക്കി എല്ലാവരും ഭഗവാൻ അല്ലെങ്കിൽ ഭഗവാന്റെ ആ ഒരു തീരുമാനമനുസരിച്ച് എല്ലാവരും മരിക്കുന്നുണ്ട്. എന്നാൽ അതാണ് പറയുന്നത് ഇവിടെ, യേ ഉപസ്ഥിതാഹ പ്രത്യാനികേഷു യോധ. ഈ സോൾജിയേഴ്സ് അല്ലെങ്കിൽ ഈ പറയുന്ന യോദ്ധാക്കൾ, രണ്ട് ഭാഗത്തുള്ള യോദ്ധാക്കളും അവർ അവസാനിക്കും. അതാണ് സംഭവിക്കുന്നത്. എന്നാൽ നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല എന്നും ഭഗവാൻ എടുത്തു പറയുന്നു. അപ്പോൾ നമ്മളിതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്താണ്? ഭഗവാന്റെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം ഭഗവാന്റെ പ്ലാനാണ്. അപ്പോൾ നമുക്കറിയാം ധർമ്മത്തിന് ക്ഷയം സംഭവിക്കുന്ന അല്ലെങ്കിൽ ഗ്ലാനി സംഭവിക്കുന്ന സമയത്ത് ഭഗവാൻ അവതാരമെടുത്ത് വരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ യുദ്ധം നടക്കുന്നതും, അല്ലേ? അല്ലാതെ വേറെ ഒന്നുമല്ല. അപ്പോൾ അധർമ്മികളെ അവസാനിപ്പിക്കേണ്ടതായിട്ടുള്ള ആ ഒരു റോള് ഭഗവാൻ എടുക്കുന്നു, അത്രയേ ഉള്ളൂ. ഭഗവാൻ എടുക്കുന്നു. ഒന്നില്ലെങ്കിൽ ഭഗവാൻ നേരിട്ട് വന്ന് ചെയ്യേണ്ട ആവശ്യമില്ല. കാലം എന്ന് പറഞ്ഞ ടൈം അതിന് വഴിയൊരുക്കുന്നു, അല്ലേ? ഇവിടെ കൃഷ്ണൻ പറയുന്നു, കാര്യം ഭഗവാന്റെ കൺട്രോളിലാണ് സമയം ഇരിക്കുന്നത്. സമയം എന്ന് പറയുന്നത്, കാലചക്രം ഇരിക്കുന്നത് ഭഗവാന്റെ നിയന്ത്രണത്തിലാണ്. ഇവിടെ ഈ ഒരു ശ്ലോകത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ അർജുനനെ നിമിത്തമായിട്ട് ഉപയോഗിക്കുന്നു എന്നേ ഉള്ളൂ. ശരിക്കും പറയുകയാണെങ്കിൽ ഭഗവാന്റെ തീരുമാനമാണ് ആ യുദ്ധക്കളത്തിൽ എന്ത് സംഭവിക്കണം, എന്ത് സംഭവിക്കരുത് എന്നുള്ളത്, അല്ലേ? അതിന് ഒരു നിമിത്തമായി മാറുന്നു അർജുനൻ, അത്രയേ ഉള്ളൂ. അതാണ്. അപ്പോൾ കൃഷ്ണൻ പറയുന്നത് അതാണ്, അർജുനൻ യുദ്ധം ചെയ്യാൻ തയ്യാറല്ല ഇടയിൽ, അല്ലേ? അതുകൊണ്ടാണ് ഈ ഭഗവത്ഗീത എല്ലാം ഭഗവാൻ പറയാനുള്ള കാര്യം. അർജുനന് യുദ്ധം ചെയ്യാൻ അല്ലെങ്കിൽ തയ്യാറായില്ലെങ്കിൽ പോലും ഇവരുടെ മരണം ഉറപ്പാണ്. അതാണ് ഭഗവാൻ ഇവിടെ ഉറപ്പ് പറയുന്നത്. എന്തായാലും ഇവരുടെ മരണം ഉറപ്പാണ്.
ഈ വഴി അല്ലെങ്കിൽ വേറെ വഴി, അത് ഉറപ്പാണ്. അപ്പോൾ സമയം ഒന്നില്ലെങ്കിൽ എല്ലാത്തിനെയും നശിപ്പിക്കും. സമയം നശിപ്പിക്കുന്നു, അതല്ലാതെ അവരെ അല്ലെങ്കിൽ അധർമ്മികളെ നശിപ്പിക്കാൻ അല്ലെങ്കിൽ അധർമ്മികളെ ഇല്ലാതാക്കാൻ ഭഗവാന് ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ഇവിടെ അർജുനനെ ഒരു നിമിത്തമാക്കി മാറ്റുന്നു എന്ന് മാത്രം. അർജുനൻ ഒരു ക്ഷത്രിയനായതുകൊണ്ട് അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങൾക്കും യുധിഷ്ഠിര മഹാരാജാവിനും അവർക്ക് രാജ്യം കിട്ടുന്നതിന് വേണ്ടി അല്ലെങ്കിൽ കിട്ടുവാൻ വേണ്ടിയിട്ടുള്ള ഒരു യുദ്ധം എന്നുള്ള ഒരു പേരിൽ ആണ് ഇത് സംഭവിക്കുന്നത്. പക്ഷെ എന്നാലും അധർമ്മികളെ അവസാനിപ്പിക്കുന്നു, ധർമ്മം ഫോളോ ചെയ്യുന്നവർക്ക് രാജ്യം കൊടുക്കുന്നു. ബേസിക്കലി അത് എല്ലായിടത്തും ഉള്ളതാണ്. ആക്ച്വലി ഈ അസുരന്മാരെ അവസാനിപ്പിക്കുക, ആസുരികമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നവരെ ശിക്ഷിക്കുക എന്ന് പറയുന്നത് അത് അതൊരു നിയമമാണ് ശരിക്കും. ആ നിയമം ആവശ്യമാണ്. കാര്യം ആ നിയമം ഇല്ലെങ്കിൽ അധർമ്മികളുടെ എണ്ണം കൂടും, അല്ലേ? നമുക്ക് എന്തുകൊണ്ട് നമുക്ക് സുപ്രീം കോർട്ടുണ്ട് നമ്മുടെ രാജ്യത്താണെങ്കിലും ഏത് രാജ്യത്താണെങ്കിലും. കോടതിയുണ്ട്, പോലീസുണ്ട്, പട്ടാളമുണ്ട്. എന്തിനാണ് ഇവരൊക്കെ? ആക്ച്വലി നമ്മുടെ സിറ്റിസൻസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും രാജ്യത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും എന്നുള്ളത്. അതേപോലെ തന്നെ ശത്രുക്കളെ അവർ അവസാനിപ്പിക്കുന്നുണ്ട്. കാര്യം പ്രൊട്ടക്ഷനാണ് അവരുടെ ജോലി. അതേപോലെയാണ് ശരിക്കും പറയുകയാണെങ്കിൽ ഈ ക്ഷത്രിയരുടെ ഡ്യൂട്ടി അതാണ്, പ്രൊട്ടക്ഷൻ, പ്രജകളെ സംരക്ഷിക്കുക എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ചിലപ്പോൾ അധർമ്മം ചെയ്യുന്നവരെ കൊല്ലേണ്ടി വരും. അത് തെറ്റാണോ? അത് തെറ്റല്ല. കാര്യം അത് ആവശ്യമാണ്. ഇപ്പോൾ തെറ്റ് ചെയ്യുന്ന ഒരു ആളെ, ഒരു വളരെ അപകടകരമായിട്ടുള്ള ഒരു ക്രിമിനലിനെ ശിക്ഷ കൊടുക്കാതെ വെറുതെ വിടുവാണെങ്കിൽ എന്തൊക്കെയായിരിക്കും നടക്കാൻ പോകുന്നത് ഈ ലോകത്ത്? അങ്ങനെയുള്ള ഒരുപാട് ക്രിമിനൽസ് വരും. എന്ത് ചെയ്താലും ഒരു നിയമവും നമ്മളെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് എന്ത് തോന്നിവാസവും കാണിക്കാം എന്ന് പറഞ്ഞ് അധർമ്മം പടർന്ന് പന്തലിക്കും ഈ ലോകത്തിൽ. അതുകൊണ്ടാണ് ശിക്ഷയും നിയമവും ഒക്കെ ഉള്ളത്, കോടതിയുള്ളതും പല ശിക്ഷകൾ കൊടുക്കുന്നതൊക്കെ, ഇൻക്ലൂഡിങ് തൂക്കിക്കൊല്ലുന്ന കാര്യമാണെങ്കിൽ പോലും. കാര്യം അത്രമാത്രം വലിയ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ശിക്ഷയാണത്. അത് തൂക്കിക്കൊല്ലുന്ന ആൾക്ക് അതിൻ്റെ ഒരു റിയാക്ഷനും കിട്ടുന്നില്ല. അതിന് സാങ്ഷൻ കൊടുക്കുന്ന ഹൈക്കോർട്ട് അല്ലെങ്കിൽ സുപ്രീം കോടതി ജഡ്ജിക്കും ഒരു റിയാക്ഷനും ഉണ്ടാവില്ല. കാര്യം അവർ നിയമം പാലിക്കുന്നു. കാര്യം നിയമം ആവശ്യമാണ്. നിയമത്തിൻ്റെ ചട്ടക്കൂട്ടിൽ നിൽക്കുമ്പോൾ നിയമം പാലിക്കുന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. അതേപോലെ തന്നെ ശത്രുക്കൾ നുഴഞ്ഞു കയറുന്ന സമയത്ത് നമ്മൾ അല്ലെങ്കിൽ ഈ പറയുന്ന സോൾജിയേഴ്സ്, ആർമിയിലുള്ളവരൊക്കെ, ആർമി, എയർഫോഴ്സ്, നേവി, അവരൊക്കെ ഫൈറ്റ് ചെയ്യും. ശത്രുക്കളെ ചിലപ്പോൾ വെടിവെച്ച് വീഴ്ത്തുന്നു, അങ്ങനെ പല കാര്യങ്ങളും ചെയ്യുന്നു, ബോംബിടുന്നു, പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. അപ്പോൾ അതിനൊന്നും റിയാക്ഷൻ ഇല്ല. കാര്യം അത് ആവശ്യം ആണ്. കാര്യം പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് അത് ആവശ്യമാണ് ശരിക്കും. അപ്പോൾ അതൊരു നിയമത്തിൻ്റെ ഭാഗമായതുകൊണ്ട് അതിന് ശിക്ഷയൊന്നും ഇല്ല, ഈവൻ റിയാക്ഷനും ഇല്ല. കാര്യം ഒരു ഹയർ അതോറിറ്റിയുടെ ഓർഡറിൽ ചെയ്യുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് അർജുനനും റിയാക്ഷൻ ഇല്ല ഇവിടെ. അർജുനൻ പേടിക്കുന്ന പോലെ പേടിക്കേണ്ട ആവശ്യമില്ല. കാര്യം ഭഗവാന്റെ ഓർഡർ അനുസരിച്ചിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അതേപോലെ ഈ ഒരു അവസരത്തിൽ നമുക്ക് ഓർക്കാം, ഭഗവാന്റെ തീരുമാനം അനുസരിച്ചിട്ട് ഓൾറെഡി കൗരവരുടെ കാര്യം അല്ലെങ്കിൽ മരിക്കേണ്ട ആളുകളുടെ കാര്യം തീരുമാനമായിട്ടുണ്ട് ഓൾറെഡി. അർജുനനൊരു നിമിത്തമാവുന്നു എന്ന് മാത്രം. അപ്പോൾ കാലം എന്ന് പറയുന്നത് ഭഗവാൻ ആയതുകൊണ്ട് എല്ലാത്തിനും ഒരു അവസാനമുണ്ട്. അത് ഭഗവാൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. അതാണ് ഇവിടെ പറയുന്നത്. അടുത്ത ശ്ലോകം. തസ്മാത്വമുത്തിഷ്ഠ യശോ ലഭസ്വാ ജിത്വാ ശത്രൂൻ ഭുങ്ക്ഷ്വ രാജ്യം സമൃദ്ധം മായൈവൈതേ നിഹാതാ പൂർവമേവ നിമിത്തമാത്രം ഭവ സവ്യസാചി. ഓം നമോ ഭഗവതേ വാസുദേവായ. തസ്മാത് ത്വമുത്തിഷ്ഠ യശോ ലഭസ്വ ജിത്വാ ശത്രൂൻ ഭുങ്ക്ഷ്വ രാജ്യം സമൃദ്ധം മയൈവൈതേ നിഹതാ പൂർവമേവ
നിമിത്തമാത്രം ഭവ സവ്യസാചിൻ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. തസ്മാത് ത്വമുത്തിഷ്ഠ യശോ ലഭസ്വ ജിത്വാ ശത്രുൻ പുങ്ക്ഷ രാജ്യം സമൃദ്ധം മയൈവൈതേ നിഹതാ പൂർവമേവ നിമിത്തമാത്രം ഭവ സവ്യസാചിൻ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്ലോകം 33. തസ്മാത്തമുത്തിഷ്ഠ യേശോ ലഭസ്യ ജിത്വാ ശത്രുൻ പുങ്ക്ഷ രാജ്യം സമർത്ഥം മയ്യേവൈതേ നിഹതാ പൂർവമേവ നിമിത്തമാത്രം ഭവ സവ്യസാചിൻ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. തസ്മാത് ത്വമുത്തിഷ്ഠ യശോ ലഭസ്വ ജിത്വാ ശത്രുൻ പുങ്ക്ഷ രാജ്യം സമൃദ്ധം മയ്യൈവൈതേ നിഹതാ പൂർവമേവ നിമിത്തമാത്രം ഭവ സവ്യസാചിൻ. ഹരേ കൃഷ്ണ. ഹരേ ഹരേ കൃഷ്ണ കൃഷ്ണ പ്രഭുജി. പ്രഭു. തസ്മാത് ത്വമുത്തിഷ്ഠ യശോ ലഭസ്വ ജിത്വാ ശത്രൂൻ പുങ്ക്ഷ രാജ്യം സമൃദ്ധം മയ്യൈവൈതേ നിഹതാ പൂർവമേവ നിമിത്തമാത്രം ഭവ സവ്യസാചിൻ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. തസ്മാത് ത്വമുത്തിഷ്ഠ യശോ ലഭസ്വ ജിത്വാ ശത്രുൻ ഭുങ്ക്ഷ രാജ്യം സമൃദ്ധം മയൈവൈതേ നിഹതാ പൂർവമേവ നിമിത്തമാത്രം ഭവ സവ്യസാചിൻ. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. തസ്മാത്ത്വമുത്തിഷ്ഠ യശോ ലഭസ്വ ജിത്വാ ശത്രുൻ ഭുങ്ക്ഷ രാജ്യം സമർത്ഥം മയ്യൈവൈതേ നിഹതാ പൂർവമേവ നിമിത്തമാത്രം ഭവ സവ്യസാചിൻ. ഹരേ കൃഷ്ണ. താങ്ക് യു. ഹരേ കൃഷ്ണ പ്രഭു. തസ്മാത്ത്വമുദ്ദിഷ്ട യശോ ലഭസ്വ ജിദ്വോ ശത്രും ഭുങ്ക്ഷ രാജ്യം സമൃദ്ധം മയൈവൈതേ നിഹതാ പൂർവമേവ നിമിത്തമാത്രം ഭവ സവ്യസാചിൻ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. യെസ്. ഹരേ കൃഷ്ണ. വിവർത്തനം ഭാവാർത്ഥം വായിച്ചോട്ടെ പ്രഭു. വായിക്കൂ. ഹരേ കൃഷ്ണ. അതിനാൽ എഴുന്നേൽക്കൂ, പൊരുതി യശസ് നേടാൻ തയ്യാറാകൂ, ശത്രുക്കളെ ജയിച്ചിട്ട് സമൃദ്ധമായ രാജ്യം ഭരിക്കൂ. ഞാൻ അവരെ മുമ്പ് തന്നെ കൊന്നുകഴിഞ്ഞു, നീ കേവലം ഒരായുധമാവുന്നതേയുള്ളൂ. സവ്യസാചിൻ. ഭാവാർത്ഥം ബൈ ഹിസ് ഡിവൈൻ ഗ്രേസ് എ.സി. ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദ്. ശ്രീല പ്രഭുപാദ് കി ജയ്. അമ്പെയ്യുന്നതിൽ അതിവിദഗ്ധനായവനത്രേ സവ്യസാചി. ശത്രു സംഹാരത്തിന് കഴിവുള്ളവനാണ് അർജുനൻ എന്ന് ഈ പേര് സൂചിപ്പിക്കുന്നു. നിമിത്ത മാത്രം, ഉപകരണം മാത്രമാവുക എന്നർത്ഥം. ഈ വാക്കും അർത്ഥവത്താണ്. ഭഗവാന്റെ പരിപാടി അനുസരിച്ച് ഈ പ്രപഞ്ചം ഒട്ടാകെ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഒരു പരിപാടിയും ഇല്ലാതെയാണ് ഈ നീക്കമെന്ന് അറിവില്ലാത്ത മൂഢന്മാർ മാത്രമേ കരുതുകയുള്ളൂ. എല്ലാ പ്രതിഭാസങ്ങളും ആകസ്മിക സംഭവങ്ങളാണെന്ന് അവർ കരുതുന്നു. അങ്ങനെ ഇരിക്കാമെന്നോ ആവാമെന്നോ ശാസ്ത്രജ്ഞന്മാരെന്ന് പറയപ്പെടുന്നവർ അഭിപ്രായപ്പെട്ടേക്കാം. എന്നാൽ ഇവിടെ ഈ സംശയത്തിന് ഇടമില്ല തന്നെ. ഭൗതിക പ്രപഞ്ചത്തിൽ ഒരു നിശ്ചിത പരിപാടിക്ക് അനുസരിച്ചാണ് എന്തും സംഭവിക്കുന്നത്. എന്താണ് ആ പരിപാടി? ബദ്ധരായ ജീവാത്മാക്കൾക്ക് സ്വധാമമായ ഭഗവത് പദത്തിലേക്ക് തിരിച്ചെത്താൻ അവസരം കൊടുക്കുകയാണ് ഈ പ്രപഞ്ച സൃഷ്ടിയുടെ ഉദ്ദേശം. ഭൗതിക പ്രകൃതിക്ക് മേൽ ആധിപത്യം ചെലുത്താൻ ശ്രമിക്കുന്ന പ്രവണത അവരിൽ നിലനിൽക്കുന്ന കാലത്തോളം ആത്മാക്കൾ ബദ്ധരാണ്. ഭഗവാന്റെ പരിപാടി എന്തെന്ന് മനസ്സിലാക്കി കൃഷ്ണാവബോധം പുലർത്തിപ്പോരുന്നവരത്രേ ഏറ്റവും ബുദ്ധിമാൻ. പ്രപഞ്ചത്തിന്റെ സൃഷ്ടി സംഹാരങ്ങൾ കൃഷ്ണന്റെ നിയന്ത്രണത്തിലാണ് നടക്കുന്നത്. കുരുക്ഷേത്ര യുദ്ധവും കൃഷ്ണന്റെ പരിപാടിയുടെ നിർവ്വഹണമത്രേ. അർജുനൻ യുദ്ധത്തിനെതിരാണ്, എങ്കിലും ഭഗവാന്റെ ഹിതമനുസരിച്ച് അദ്ദേഹത്തിന് പൊരുതേണ്ടി വരും. അങ്ങനെ അദ്ദേഹം സന്തുഷ്ടനാവും. കൃഷ്ണാവബോധം തികഞ്ഞ് ഭഗവത് സേവന നിരതനാകുന്ന ആളാണ് പൂർണ്ണ മനുഷ്യൻ. ഹരേ കൃഷ്ണ പ്രഭുജി. താങ്ക് യു പ്രഭുജി. താങ്ക് യു. ഹരേ കൃഷ്ണ. ഭഗവാൻ ഇവിടെ പറയുന്നു, ഇതെല്ലാം പറഞ്ഞിട്ട് കഴിഞ്ഞ ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞു ഓൾറെഡി അവരുടെ മരണമെല്ലാം ഉറപ്പായി. അതുകൊണ്ട് ഇവിടെ ഭഗവാൻ പറയുവാണ് തസ്മാത്, അതുകൊണ്ട് തസ്മാത് ത്വം ഉത്തിഷ്ഠ യശോ ലഭസ്വ. ഉത്തിഷ്ഠ, എഴുന്നേക്കൂ. ഉത്തിഷ്ഠ, എഴുന്നേറ്റ് യുദ്ധം ചെയ്യൂ എന്നാണ് പറയുന്നത്. എന്നിട്ട് യശോ ലഭസ്വ, നീ ജയിച്ച് അതിൻ്റെ ക്രെഡിറ്റും എടുത്തോളൂ. യുദ്ധം ചെയ്ത് അതിൻ്റെ ക്രെഡിറ്റും നിനക്ക് എടുക്കാം. ജിത്വാ ശത്രുൻ
ഭുങ്ഷ്വരാജ്യം സമൃദ്ധം. അങ്ങനെ യുദ്ധം ചെയ്ത് ശത്രുക്കളെ കീഴടക്കി നീ രാജ്യം ഭരിക്കൂ, സന്തോഷമായിട്ട് എൻജോയ് ചെയ്യൂ എന്നാണ് പറയുന്നത്. സമൃദ്ധമായിട്ട് അല്ലെങ്കിൽ നല്ല നല്ല രീതിയിൽ നിങ്ങൾ ആ രാജ്യം ഭരിച്ച് സന്തോഷമായിട്ടിരിക്കൂ ഭഗവാൻ പറയുകയാണ് ചെയ്യുന്നത് അർജുനോട്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, മയൈ വൈത്തേ നിഹതാപൂർവമേവ, അവർ ഓൾറെഡി എൻ്റെ കൈകൾ കൊണ്ട് മരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഓൾറെഡി അവരുടെ കാര്യം തീരുമാനമാണ്. അതുകൊണ്ട് നിമിത്തമാത്രം ഭവ സവ്യസാചിൻ. ഓ സവ്യസാചി, അർജുനൻ്റെ വേറൊരു പേരാണ് സവ്യസാചി. അർജുനോട് പറയുന്നു, അതുകൊണ്ട് നീ വെറും ഒരു ഉപകരണമായി മാറിയാൽ മാത്രം മതി, വേറെ ഒന്നുമില്ല. നിമിത്തം മാത്രം. കാര്യം അവരുടെ മരണം എന്തായാലും കഴിഞ്ഞു. ഈ യുദ്ധം, അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഭഗവാൻ പറയുന്നത്, ഈ യുദ്ധം ചെയ്യുന്നത് നീയല്ല, നീയാണ് ലീഡർ. ശരി, പാണ്ഡവരുടെ പക്ഷത്തിൽ വെച്ച് ലീഡറാണ് അർജുനൻ. പക്ഷേ ഞാനാണ് ചെയ്യുന്നത്, നീയല്ല, നീ വെറും നിമിത്തം മാത്രമാണ് എന്നുള്ളത് ഭഗവാൻ എടുത്ത് പറയുവാണ്. സവ്യസാചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസ്ത്രങ്ങൾ എല്ലാ ഡയറക്ഷനിലും ഒരേ സമയത്ത് അല്ലെങ്കിൽ ഒരേപോലെ അത് ഉപയോഗിക്കാൻ പറ്റുന്ന വളരെ പ്രഗത്ഭനായിട്ടുള്ള ഒരു യോദ്ധാവിനെ വിളിക്കുന്നതാണ് ആക്ച്വലി സവ്യസാചി. അർജുനനെ പോലെ കഴിവുള്ള വേറെ ആളുണ്ടായിരുന്നില്ല, നമുക്കറിയാം. അത്രയും എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ക്ഷത്രിയനാണ് അദ്ദേഹം. അതുകൊണ്ടാണ് അർജുനെ അങ്ങനെ വിളിച്ചിട്ടാണ് ഭഗവാൻ പറയുന്നത് നിമിത്തമാവാൻ. അപ്പം അർജുനന് കഴിവുണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രമാവുന്നില്ല. അത് എപ്പോഴാണോ ആ കഴിവുകളും പൂർണ്ണമായിട്ടും ആ വ്യക്തി ഭഗവാനെ ശരണം പ്രാപിച്ചുകൊണ്ട് ഭഗവാൻ ആഗ്രഹിക്കുന്നതനുസരിച്ചിട്ട് ഭഗവാന്റെ കൈകളിലുള്ള വെറും ഉപകരണമായി മാറുന്നത്, അപ്പോഴാണ് അവർക്ക് വിജയം കിട്ടുന്നത്, വിജയം ഉണ്ടാവുന്നത്. അല്ലെങ്കിൽ ഒരിക്കലും ഉണ്ടാവുന്നില്ല ആർക്കും. നമ്മുടെ കാര്യവും അങ്ങനെ തന്നെ. നമുക്ക് എല്ലാവർക്കും ഈ ഒരു ശ്ലോകത്തിൽ നിന്ന് പഠിക്കാവുന്ന കാര്യം അല്ലെങ്കിൽ പഠിക്കേണ്ടതായിട്ടുള്ള കാര്യം അതാണ്. അർജുനനോട് നേരിട്ട് ഭഗവാൻ പറയുന്നു, നിമിത്തമായി മാറിയാൽ മതി, നിമിത്തമാത്രം ഭവ സവ്യസാചിൻ. അതേപോലെ നമ്മൾ ഓരോരുത്തരും ഭഗവാന്റെ കൈകളിലെ ഉപകരണങ്ങളായി മാറിയാൽ മതി, നമുക്ക് വേറെ ഒന്നും അറിയേണ്ട ആവശ്യമില്ല. നേരെ മറിച്ച് അങ്ങനെ ആവുന്നതിന് പകരം എപ്പോഴാണോ ശ്രീല പ്രഭുപാദി പറയുന്ന പോലെ, എപ്പോഴാണോ വിഡ്ഢികളായിട്ടുള്ള ആളുകൾ ചിന്തിക്കുന്നത് ഞാൻ തന്നെ പ്ലാൻ ഉണ്ടാക്കുന്നു, ഞാൻ തന്നെ അതിൽ വേണ്ടി കാര്യങ്ങൾ ചെയ്യുന്നു, എനിക്ക് അതിനുള്ള ഗുണം കിട്ടുന്നു, ഞാൻ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടക്കുന്നു, എവിടെ വരെ പോവും? എവിടെ വരെയും പോകാൻ പോകുന്നില്ല. വലിയ 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 പ്ലാനുകളൊക്കെ ഉണ്ടാക്കും. ആ പ്ലാൻ വല്ലതും ശാശ്വതമാണോ? അല്ല, 100% ശാശ്വതമേ അല്ല. പ്ലാൻ ഉണ്ടാക്കി സമയം പോകുന്നു എന്ന് മാത്രം. എന്തും സംഭവിക്കാം. ഒന്നും നമ്മുടെ കയ്യിലില്ല, ഒന്നിൻ്റെയും കൺട്രോൾ നമ്മുടെ കയ്യിലില്ല. എപ്പോൾ വേണമെങ്കിലും എന്തും സംഭവിക്കാം. പിന്നെ ഈ വലിയ പ്ലാനൊക്കെ ഉണ്ടാക്കിയിട്ട് വല്ല കാര്യമുണ്ടോ? അതിനും നല്ലത് എന്താണ്? എല്ലാ പ്ലാനുകളും ഭഗവാന്റെ പ്ലാൻ എന്താണോ അതാവട്ടെ. നമ്മുടെ പ്ലാൻ ഭഗവാന്റെ പ്ലാൻ ആവണം, അല്ലെങ്കിൽ ഭഗവാന്റെ പ്ലാൻ ആയിരിക്കണം നമ്മുടെ പ്ലാൻ. അദ്ദേഹം എന്ത് തീരുമാനിക്കുന്നു അത് നടക്കണം. അതേ നടക്കാൻ പാടുള്ളൂ. അതുകൊണ്ട് അതേ നടക്കുകയുള്ളൂ. എന്തായാലും നമ്മൾ വിചാരിച്ചാലും നമ്മൾ വിചാരിച്ചില്ലെങ്കിലും അതേ നടക്കാൻ പോകുന്നുള്ളൂ. അപ്പം നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഭഗവാന്റെ കൈകളിലെ ഉപകരണങ്ങളായി മാറുക, നിമിത്തമായി മാറുക. എല്ലാം അദ്ദേഹത്തിൻ്റെ ആഗ്രഹം പോലെ ചെയ്യുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആഗ്രഹം പോലെ ചെയ്യുക എന്ന് പറയുന്നതിൽ ഭഗവാൻ സെൽഫിഷ് ആയതുകൊണ്ടാണോ? ഇനി അങ്ങനെ ഒരു ചോദ്യം കൂടെ ചിലപ്പോൾ മനസ്സിൽ വരും. വന്നുകൂടായില്ല, അങ്ങനെ ചോദ്യം വരുന്നവരുമുണ്ട്. ഭഗവാൻ എന്താണ് ഇതെന്താ മിലിറ്ററി, അല്ലെങ്കിൽ അതായത് ഞാൻ പറയുന്നത് മാത്രം ശരി, ഞാൻ മാത്രമേ തീരുമാനിക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഞാൻ പറയുന്ന വഴിക്ക് നിങ്ങളെല്ലാവരും വരണം എന്ന് പറഞ്ഞ് വടിയെടുത്ത് നിൽക്കുകയാണ് ഭഗവാൻ. എന്താണ് അങ്ങനെ? നമ്മുടേതായിട്ടുള്ളൊരു ചോയ്സ് ഒന്നുമില്ലേ? അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. നിർഭാഗ്യമെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ അങ്ങനെ ചിന്തിക്കുന്നവരുടെ അവസ്ഥ. കാര്യം ഭഗവാൻ നോക്കുന്നത് വേറൊന്നുമല്ല. അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. ഈ ലോകം, ഈ ഒരു ഭൗതിക ലോകത്തിൽ ഇരിക്കേണ്ട ആളുകളല്ല നമ്മൾ. അതുകൊണ്ട് ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് ഭഗവാൻ. ഈ ഒരു സത്യം ആളുകൾ മനസ്സിലാക്കുന്നില്ല.
അത് മനസ്സിലാക്കാതെ ഇവിടെ തന്നെ സുഖമായിട്ട് ഈ ഒരു ജയിലിൽ ഇരുന്നുകൊണ്ട് ദുഃഖാലയം എന്ന് ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുള്ള ദുഃഖാലയത്തിൽ സുഖം കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ വലിയ വലിയ പ്ലാൻ ഉണ്ടാക്കി അതിൻ്റെ പുറകിൽ പോകുന്നു. അതുകൊണ്ട് വല്ല ഗുണമുണ്ടോ? ഗുണമില്ല, സമയനഷ്ടം മാത്രം, വേറെ ഒന്നും സംഭവിക്കുന്നില്ല. സമയനഷ്ടം എന്ന് ഉദ്ദേശിക്കുന്നത് വീണ്ടും വീണ്ടും ജന്മമരണ വ്യാധി ചക്രത്തിൽ എങ്ങനെ പെട്ട് നടക്കാനുള്ള ആ ഒരു അവസ്ഥയിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഭഗവാൻ അതിൽ നിന്ന് നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഭഗവാൻ പറയുന്നത്, ഞാൻ പറയുന്നത് പോലെ കേട്ടാൽ കാര്യങ്ങളെല്ലാം നന്നാവും. അദ്ദേഹം വളരെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നും പറയുന്നില്ല. അദ്ദേഹം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അദ്ദേഹത്തെ ഓർത്തുകൊണ്ട് അദ്ദേഹത്തെ സമർപ്പിച്ചുകൊണ്ട് ചെയ്യുക എന്ന് മാത്രമേ അദ്ദേഹം പറയുന്നുള്ളൂ. അപ്പോൾ അത്രയും ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന കാര്യവും നടക്കുന്നു, ഭഗവാനും സന്തോഷമാവുന്നു. അൾട്ടിമേറ്റ്ലി നമ്മൾ ഭക്തി സേവനങ്ങളും ചെയ്ത് അവസാനം ഭഗവാന്റെ അടുത്തേക്ക് പോകാനും സാധിക്കുന്നു. ഇല്ലാതെ ആ ഭഗവാനെ മറന്നുകൊണ്ട് നമ്മുടേതായിട്ടുള്ള പ്ലാനുകളൊക്കെ ആയിട്ട് ഇരിക്കുമ്പോൾ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. നമ്മളിവിടെ തന്നെ ജനിച്ചും മരിച്ചും ഈ ചക്രത്തിൽപ്പെട്ട് ഇരിക്കേണ്ടി വരും. അതാണ് നമുക്ക് ഓരോരുത്തർക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, സംഭവിച്ചിട്ടുള്ളത് ഇതുവരെ. ഇന്നും ഇന്നലെയും തുടങ്ങിയിട്ടുള്ളൊരു യുദ്ധമല്ല നമ്മുടെ ഈ ലോകത്തിൽ, എത്രയോ ജന്മജന്മാന്തരങ്ങളായിട്ട്. അതുകൊണ്ട് വീണ്ടും നമ്മളെ ഓർമ്മിപ്പിക്കുന്നു, പല രീതിയിലൂടെ ശാസ്ത്രങ്ങളിലൂടെ ഭഗവാൻ ഓർമ്മിപ്പിക്കുന്നു. അർജുനനെ നിമിത്തമാക്കിയിട്ട് ചെയ്യുന്ന ഈ കുരുക്ഷേത്ര യുദ്ധം ആക്ച്വലി നമുക്കെല്ലാവർക്കും ഉള്ളൊരു പാഠമാണ്. നമുക്ക് എത്രയോ വലിയ വലിയ ലെസൺസാണ് ഭഗവാൻ പഠിപ്പിക്കുന്നത് ഇതിലൂടെ. അതുകൊണ്ട് ഇതെല്ലാം ഓർക്കുക. അപ്പോൾ കൃഷ്ണാവബോധത്തിൽ ഇരുന്നു കൊണ്ട് ഭഗവാന്റെ സേവനങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഭഗവാന്റെ സേവനം എന്ന് ഉദ്ദേശിക്കുന്നത് ഭഗവാൻ ആഗ്രഹിക്കുന്നത് പോലെ, അദ്ദേഹം പറഞ്ഞു തരുന്നത് പോലെ നമ്മൾ ഫോളോ ചെയ്തുകൊണ്ട് അദ്ദേഹത്തെ സേവിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ, കൃഷ്ണാവബോധത്തിൽ ഇരിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതം സക്സസ് ആവും. ഇല്ലെങ്കിൽ ഇവിടെയുള്ള ഈ ലോകത്തിൽ നമ്മൾ കറങ്ങി കർമ്മങ്ങൾ ചെയ്ത് അതിൻ്റെ റിയാക്ഷൻ വന്നു, വീണ്ടും കർമ്മം ചെയ്യുന്നു, റിയാക്ഷൻ വരുന്നു. ഇവിടെ നിന്ന് ഒരു രക്ഷയുണ്ടാവില്ല. അങ്ങനെ ഇവിടെ തന്നെ ഇരിക്കേണ്ടി വരും. ഇവിടെ തന്നെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല ഭഗവത്ഗീത. ഭഗവത്ഗീതയും ഭാഗവതവും നമുക്ക് വേദങ്ങളൊക്കെ തന്നിട്ടുള്ളത് ഇവിടെ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം എന്നുള്ളതിന് വേണ്ടിയിട്ടാണ്. അല്ലാതെ ഇവിടെ സുഖിച്ച് ജീവിക്കാം എന്നുള്ളത് പറയുന്നുണ്ട് വേദങ്ങളിൽ ചില ഭാഗങ്ങളിൽ. പക്ഷേ അൾട്ടിമേറ്റ് ഉദ്ദേശം അതല്ല. അൾട്ടിമേറ്റ് ഉദ്ദേശം നമ്മളെല്ലാവരെയും ഇവിടെ നിന്ന് മുക്തരാക്കി കൊണ്ടുപോയി, വെറും മുക്തരല്ല, മുക്തരായി ഭഗവാന്റെ ലോകത്തിലേക്ക് പോകാനുള്ള അവസരം കിട്ടുന്നു. അവിടെ പോയി ഭഗവാനെ സേവിക്കുവാനുള്ള അവസരം കിട്ടുന്നു. അതിലേക്കാണ് എത്തിക്കുന്നത് ശരിക്കും. പക്ഷേ അപ്പോൾ അതിനും താഴെയുള്ള എല്ലാ ഓഫറുകളും അല്ലെങ്കിൽ അതിന് താഴെയുള്ള എല്ലാ സംഭവങ്ങളും കാര്യമില്ല ശരിക്കും. കാര്യം ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ടുള്ളത് ഉള്ള സമയത്ത് നമ്മൾ അത് ലക്ഷ്യമാക്കിയിട്ട് അതിന് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കേണ്ടത്. അല്ലാതെ താഴെയുള്ള കാര്യങ്ങളല്ല, അതിൻ്റെ ആവശ്യമില്ല. കാര്യം അത് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ തന്നെ ഇരിക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ ഭഗവാൻ വീണ്ടും നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ ഇതിൽ നിന്നുള്ള ലെസൺ നമുക്കെല്ലാവർക്കും ഭഗവാന്റെ കൈകളിലെ ഉപകരണങ്ങളായി മാറുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ശീല പ്രഭുപാദി അമേരിക്കയിലേക്ക് പോയ സമയത്ത് നമുക്കറിയാം, 70-ാമത്തെ വയസ്സിൽ അദ്ദേഹം പോയ സമയത്ത് വെറും 40 രൂപയും കൊണ്ട് പോകുന്ന അദ്ദേഹം ബോസ്റ്റണിൽ ഇറങ്ങിയ സമയത്ത് എന്ത് ചെയ്യണം, ആരെ കാണണം, എവിടെ പോകണം, വലത്തോട്ട് പോകണോ, ഇടത്തോട്ട് പോകണോ, നേരെ പോകണോ, പുറകിലോട്ട് പോകണോ, ഒന്നും അറിയില്ല. അങ്ങനെയുള്ളൊരവസ്ഥ 70 വയസ്സായിട്ടുള്ള ഒരു പ്രായമായിട്ടുള്ളൊരു വ്യക്തി അങ്ങനെയുള്ള രാജ്യത്ത് എന്തായിരിക്കും അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കൂ. ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. നമുക്ക് പരിചയമില്ലാത്തൊരു സ്ഥലത്തേക്ക് നാട്ടിൽ തന്നെ പോകാൻ സാധിക്കാത്ത ഒരവസ്ഥയാണ്. പേടിയുണ്ടാവും, ടെൻഷനുണ്ടാവും. അപ്പോൾ ഒന്ന് ആലോചിക്കണം, ഒന്ന് പൈസയില്ല, ഒന്നും ആരെ കാണണം എന്നറിയില്ല, ലാംഗ്വേജ് നമ്മുടെ ഫേവറബിൾ ആയിട്ടുള്ള ഇംഗ്ലീഷ് അറിയാം എന്നുള്ളത് ശരിയാണ്, പക്ഷേ നമ്മുടെ ആക്സൻറ്റും ഒക്കെ വ്യത്യാസമുണ്ട്. അപ്പോൾ എല്ലാം കൊണ്ടും വളരെ അൺഫേവറബിൾ ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണ്. അപ്പോൾ വലിയൊരു റിസ്ക് എടുത്തിട്ടാണ് അദ്ദേഹം പോയിട്ടുള്ളതും. അപ്പോൾ അദ്ദേഹത്തിന് അറിയാം ഇതൊക്കെ എന്താ ചെയ്യേണ്ടതെന്ന് അദ്ദേഹത്തിന് അറിയാം ഇത് വലിയൊരു റിസ്ക് ആണെന്ന്. പക്ഷെ ആ റിസ്ക് എടുക്കാൻ അദ്ദേഹം തയ്യാറായി. അങ്ങനെ അവസാനം അദ്ദേഹം ജലദൂത കപ്പലിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹം
മനോഹരമായിട്ടുള്ളൊരു കവിത എഴുതിയിട്ടുണ്ട്. ആ കവിത നമ്മൾ കവിത എന്ന് പറഞ്ഞാൽ കുറച്ച് ഒരു വൈഷ്ണവ ഗീതം എഴുതിയിട്ടുണ്ട് അദ്ദേഹം. ഒരുപാട് ശ്ലോകങ്ങൾ ബംഗാളിയിലാണ് എഴുതിയിട്ടുള്ളത്. മനോഹരമാണ്. ശീലപ്രഭുപാദിൻ്റെ ശരണാഗതി നമുക്കതിൽ നിന്ന് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. പൂർണ്ണമായിട്ടും ഭഗവാനിൽ സമർപ്പിക്കുകയാണ് ചെയ്യുന്നത്. അദ്ദേഹം പറയുന്നുണ്ട് അതിൽ, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല, അങ്ങോട്ട് പോകണോ ഇങ്ങോട്ട് പോകണോ, തിരിയണോ, റൈറ്റാണോ ലെഫ്റ്റാണോ ഒന്നും അറിയില്ല. അങ്ങ്, ഓ ഭഗവാനെ, ഭഗവാനാണ് എന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പം ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നതും ഭഗവാനാണ്. അങ്ങയുടെ തീരുമാനം അനുസരിച്ചിട്ടാണ് ഞാനിവിടെ എത്തിയിട്ടുള്ളത്. ഇനി മുന്നോട്ടുള്ള കാര്യങ്ങളും അങ്ങ് തന്നെ ചെയ്യണം, എനിക്കൊന്നും അറിയില്ല. അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്, കാഷ്ടേര പൂത്തലി ജാത്ത നാച്ചാവോ സെ മാത്തേ, നാച്ചാവോ പ്രഭു നാച്ചാവോ സെ മാത്തേ. അദ്ദേഹം പറയുന്നു, നാച്ചാവോ എന്ന് പറഞ്ഞാൽ ഡാൻസ് കളിപ്പിച്ചോളൂ എന്നെ, അങ്ങ് ആഗ്രഹിക്കുന്ന പോലെ. ഞാൻ വെറും പാവ, അങ്ങയുടെ കയ്യിലുള്ള പാവയാണ്, അങ്ങയാണ് പാവക്കൂത്തുകാരൻ. അങ്ങയുടെ ആഗ്രഹം പോലെ, അങ്ങ് ആഗ്രഹിക്കുന്ന പോലെ എങ്ങനെയാണെങ്കിലും എന്നെ ഡാൻസ് ചെയ്യിപ്പിച്ചോളൂ, കുഴപ്പമില്ല. അത് മാത്രം ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. സോ എല്ലാം അങ്ങേക്ക് ഞാൻ സമർപ്പിക്കുന്നു. അതാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ അദ്ദേഹം സമർപ്പിച്ചു. പിന്നെ എന്ത് സംഭവിച്ചു എന്നുള്ളത് നമുക്കറിയാം. 11 വർഷത്തിൽ ലോകത്തിൽ ഒരിക്കലും സംഭവിക്കാത്ത മിറാക്കിളാണ് സംഭവിച്ചത്. മിറാക്കിൾ. ഇതിനും വലിയൊരു അത്ഭുതം ഉണ്ടാവാനില്ല. 11 വർഷത്തിൽ 108 അമ്പലങ്ങളും ഒരുപാട് 5000 കണക്കിന് ശിഷ്യരും, അതേപോലെ 500 കണക്കിന് സെൻറ്റർ, ഹരേ കൃഷ്ണയുടെ സെൻറ്ററും, അങ്ങനെ 40 രൂപയും കൊണ്ടുപോയ ശീലപ്രഭുപാദി ഇതേ ഒരു ചോദ്യം ഒരു ന്യൂസ് റിപ്പോർട്ടർ ചോദിച്ചു ശീലപ്രഭുപാദിനോട്, ഈ ഒരു കാര്യം. അങ്ങ് ഇത് ചോദിച്ച സമയത്ത് എന്തോ ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ, അതായത് ന്യൂസ് റിപ്പോർട്ടർമാർ ചോദിക്കുന്ന ചോദ്യം നമുക്കറിയാം, അതായത് ആവശ്യമില്ലാത്ത ചോദ്യങ്ങളൊക്കെ ചോദിക്കും. അപ്പോൾ ശീലപ്രഭുപാദ് പറഞ്ഞു, 40 രൂപയും കൊണ്ടുവന്നതാണ് ഞാൻ. ഇപ്പോൾ 40 കോടിയുണ്ട് എൻ്റെ കയ്യിൽ എന്ന് ഉദ്ദേശിക്കുന്നത് വേറെ ഒന്നുമല്ല, അത്രയ്ക്കധികം ടെമ്പിളും അത്രയ്ക്കധികം ഫോളോവേഴ്സും അത്രയ്ക്കധികം ആളുകളും. അതൊന്നും അദ്ദേഹത്തിൻ്റെ ആണെന്ന് പറയുന്നതല്ല. പക്ഷേ അദ്ദേഹം പറയുന്നത് എന്തായിരുന്നു എന്ന് വെച്ചാൽ, ഇതാണ് ശക്തി. കാര്യം എന്താണ്? ഭഗവാനാണത് ചെയ്തിട്ടുള്ളത്, ഞാനല്ല, ഞാൻ വെറും നിമിത്തമാണ്. ഭഗവാൻ എന്നെ ഉപയോഗിച്ചു, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ അഹങ്കരിക്കേണ്ട ആവശ്യമില്ല. വെറുതെ ഈ എന്താ പറയുക, ഭൗതികമായിട്ടുള്ള പുരോഗതി എന്നൊക്കെ പറയുന്നതിൽ കാര്യമില്ല, അതിലുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. എന്നാൽ ഈ ഒരു പ്രസ്ഥാനം എന്ന് പറയുന്നത് മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടിയിട്ട്, ലോക നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. കാര്യം ശാശ്വതമായിട്ടുള്ള പരിഹാരമാണ്, എല്ലാ പ്രശ്നങ്ങളിൽ നിന്നുള്ളൊരു പരിഹാരമാണ് ഭക്തി, കൃഷ്ണാവബോധം എന്ന് പറയുന്നത്. അപ്പോൾ അത് കൊടുക്കുവാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്, ഒരു വേദിയാണ് ഈ ഹരേ കൃഷ്ണ പ്രസ്ഥാനം. അപ്പം ഇതിനും വലിയൊരു പരോപകാരമില്ല. അതാണ് അദ്ദേഹം ചെയ്തത്. എങ്ങനെ സാധിച്ചു? ഭഗവാന്റെ കാരുണ്യം കൊണ്ട് ഭഗവാൻ അദ്ദേഹത്തെ നിമിത്തമാക്കി മാറ്റി. ചൈതന്യ മഹാപ്രഭു അദ്ദേഹത്തെ നിമിത്തമാക്കി മാറ്റി. അവർ ചെയ്യുന്നു. അതാണ് സംഭവിച്ചിട്ടുള്ളത്. അത് അങ്ങനെ സമർപ്പിച്ചു. അദ്ദേഹം സമർപ്പിച്ചുകൊണ്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നുണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ ഗുരുവിലും ഭഗവാനിലും സമർപ്പിച്ചുകൊണ്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് ഈ സക്സസ് കാണുന്നത്. അതുപോലെ നമ്മളും ഓർക്കണം, നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും സേവനങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മുടെ ഭാഗത്തു നിന്നുള്ളൊരു സർവീസോ പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ടാവും. അതൊക്കെ ഭഗവാനെ സമർപ്പിച്ചുകൊണ്ട് ക്രെഡിറ്റ് ശരിക്കും പറയുകയാണെങ്കിൽ ഭഗവാനാണ്, അല്ലാതെ നമുക്കാർക്കും അല്ല എന്നുള്ള കാര്യം കൂടെ നമ്മൾ ഓർക്കണം. ഗുരുവിനും ഭഗവാനുമാണ് ക്രെഡിറ്റ്. നമ്മൾ വെറും ഉപകരണങ്ങളാണ്. ഉപകരണങ്ങൾക്ക് എന്ത് ക്രെഡിറ്റ് ആണുള്ളത്? ഒരു ക്രെഡിറ്റും ഇല്ല. പക്ഷെ പലപ്പോഴും ഈ ഉപകരണങ്ങളാവുന്ന ആളുകളാണ് ക്രെഡിറ്റ് എടുക്കുന്നത്, നിർഭാഗ്യവശാൽ. പക്ഷെ അതിനുള്ള അർഹത നമുക്കില്ല. ഓക്കെ, 34-ാമത്തെ ശ്ലോകം. ദ്രോണം ച ഭീഷ്മം ച ജയദ്രഥം ച
कर्णं तथान्यान् अपि योधवीरान् मया हतांस्त्वां जहिमा व्यतिष्ठा युद्धस्वजेतासि रणे सपत्नान्. हरे कृष्ण हरे प्रभु। कृष्ण द्रोणं च भीष्मं च जयन्द्रथं च कर्णं तदन्यान् अभियोधवीरान् मया हतोस्तं जहिमां हृदिष्ठा युद्धस्य जयदासिरणे सपत्नान्. हरे कृष्ण. हरे कृष्ण। ओम नमो भगवते वासुदेवाय। द्रोणं च भीष्मं च जयद्रथं च कर्णं तथान्यानपि योधवीरान् मया हतांस्त्वां जहिमा व्यदिष्टा युध्यस्व जेतासि रणे सपत्नान्। हरे कृष्ण। हरे कृष्ण. ओं नमो भगवते वासुदेवाय. द्रोणं च भीष्मं च जयद्रथं च कर्णं तदान्यानभियोधवीरान् मया हतास्त्वां जहिमा व्यदिष्टा युध्यस्य जयदासिरणे सपत्नान्. हरे कृष्ण प्रभुजी. हरे कृष्ण. हरे हरे कृष्ण कृष्ण प्रभुजी द्रोणं च भीष्मं च जयद्रथं च कर्णं तथान्यानपि योधवीरान् मया हतांस्त्वं जहिमा व्यतिष्ठा युध्यस्व जेतासि रणे सपत्नान्. कृष्ण प्रभुजी हरे कृष्ण प्रभु द्रोणं च भीष्मं च जयद्रथं च कर्णं तथान्यानभियोधवीरान् मया हतास्त्वं जहिमावृतिष्ठ युद्धस्य तेजसि रणे सपत्नान्. हरे कृष्ण. हरे कृष्ण प्रभु जी द्रोणं च भीष्मं च जयद्रथं च कर्णं तथान्यानपि योद्धवीरान् मया हतास्त्वं जहिमां व्यधिष्ठा युध्यस्व जेतासि रणे सपत्नान्. हरे कृष्ण थैंक यू प्रभु जी. हरे हरे कृष्ण कृष्ण. द्रोणं च भीष्मं च जयद्रथं च कर्णं तदान्यानभियोधवीरान् मया हतास्त्वं जहिमावृदिष्टा युद्धस्वते जेदासि रणे सपत्नान्. हरे कृष्ण थैंक यू हरे कृष्ण. द्रोणं च भीष्मं च जयद्रथं च कर्णं तदान्यनपि योधवीरान् मया हतांस्त्वं जहिमा व्यधिष्ठा युध्यस्य जेदासि रणे सपत्नान्. हरे कृष्ण. Thank you. Hare Krishna. Vivartanam Bhavartam. ഹരേ കൃഷ്ണ വായിക്കട്ടെ പ്രഭു. Yes. ഹരേ കൃഷ്ണ. കൃഷ്ണ ഭീഷ്മർ ദ്രോണർ ജയദ്രഥൻ കർണൻ എന്നിവരും മറ്റു മഹാരഥന്മാരും ഇപ്പോൾ തന്നെ എന്നാൽ കൊല്ലപ്പെട്ടു കഴിഞ്ഞു. അവരെ കൊല്ലുന്നതിൽ നിനക്ക് ദുഃഖം വേണ്ട. നീ പൊരുതുക മാത്രം ചെയ്താൽ മതി. ശത്രുക്കൾ തോറ്റുപോകും. ഹരേ കൃഷ്ണ ഭാവാർത്ഥം. എല്ലാ പരിപാടികളും പരമപുരുഷൻ നിശ്ചയിച്ചതുപോലെ തന്നെ നിറവേറുന്നു. എന്നാൽ കൃഷ്ണന്റെ ഇഷ്ടമനുസരിച്ച് അവ നിർവഹിച്ചതിനുള്ള ബഹുമതി ഭക്തന്മാർക്ക് ലഭിക്കണമെന്നാണ് കരുണാനിധിയായ ഭഗവാന്റെ ഇംഗിതം. അതിനാൽ ഏവരും ഒരു ആധ്യാത്മികാചാര്യന്റെ സഹായത്താൽ ഭഗവാനെ പറ്റി മനസ്സിലാക്കുകയും കൃഷ്ണാബോധത്തോടെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു പദ്ധതിയിലൂടെയാണ് ജീവിതം മുന്നോട്ട് നീക്കേണ്ടത്. ഭഗവാന്റെ പരിപാടികൾ അവിടുത്തെ കരുണ കൊണ്ട് മാത്രമേ നമുക്കറിയാൻ കഴിയൂ. ഭക്തന്മാരുടെ പരിപാടി ഭഗവത് നിശ്ചയങ്ങൾക്ക് അനുയോജ്യങ്ങളുമായിരിക്കും. അവയെ പിന്തുടർന്നാൽ ജീവിത സമരത്തിൽ വിജയം വരിക്കാം. ഹരേ കൃഷ്ണ താങ്ക് യു. ഹരേ കൃഷ്ണ താങ്ക് യു. ഈ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നു ദ്രോണർ, ഭീഷ്മ പിതാമഹൻ, ജയദ്രഥർ, കർണൻ, അങ്ങനെയുള്ള എല്ലാ വലിയ വലിയ യോദ്ധാക്കൾ എല്ലാവരും ഓൾറെഡി അവരുടെ കാര്യം ഓൾറെഡി തീരുമാനമായിട്ടുണ്ട്. നീ ഒരു നിമിത്തം മാത്രമാവുന്നേ ഉള്ളൂ. ശരിക്കും പറയുകയാണെങ്കിൽ അവരെല്ലാവരും മരിക്കാൻ പോകുന്നതാണ്. ശരിക്കും പറയുകയാണെങ്കിൽ ഓൾറെഡി ആ തീരുമാനം അത് ഓൾറെഡി നടന്നു എന്നാണ് പറയുന്നത് ഭഗവാൻ പറയുന്ന കാര്യം. അതുകൊണ്ട് നീ വെറുതെ യുദ്ധം ചെയ്യൂ. വെറുതെ യുദ്ധം ചെയ്യൂ എന്ന് പറഞ്ഞാൽ ആസ് എ മാറ്റർ ഓഫ് ഡ്യൂട്ടി. ആ കാര്യം ക്ഷത്രിയനായിട്ടുള്ള നീ യുദ്ധം ചെയ്യണം. അതുകൊണ്ട് നീ യുദ്ധം ചെയ്യൂ. വിജയം ഉറപ്പാണ് നിനക്ക്. എന്തിനാണ് പേടിക്കുന്നത്? അർജുനൻ ജയിക്കോ തോൽക്കോ എന്നുള്ള പേടി ഉണ്ടായിരുന്നില്ല അർജുനന്. ആ പേടിയായിരുന്നില്ല അദ്ദേഹത്തിന് വേറെ ടെൻഷനായിരുന്നു. അല്ലേ? യുദ്ധം ചെയ്യാൻ പാടുമോ, എല്ലാവരും നമ്മുടെ ബന്ധുക്കളല്ലേ, അങ്ങനെയുള്ള ടെൻഷനായിരുന്നു. അപ്പോൾ ഭഗവാൻ പറയുന്നു നീ നിൻ്റെ ഡ്യൂട്ടി ചെയ്യുക. എന്തായാലും എല്ലാ ശത്രുക്കളും ഓൾറെഡി എൻ്റെ കൈകൾ കൊണ്ട്
അവരുടെ മരണം ഓൾറെഡി നിശ്ചയിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതിന് മാറ്റം ഇനി സംഭവിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് നിമിത്തമായി മാറൂ എന്ന് പറയുന്നു. ശ്രീല പ്രഭുപാദി ഭാവാർത്ഥത്തിൽ പറയുന്നു, എല്ലാം പ്ലാൻ ചെയ്യുന്നത് പരമദൈവത്വം പുരുഷൻ ഭഗവാനാണ്. എന്നിട്ട് അദ്ദേഹം പ്ലാൻ ചെയ്യുന്നു, ഭക്തരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു, അത്രയേ ഉള്ളൂ. എന്നിട്ട് ആ ക്രെഡിറ്റ് കിട്ടുന്നത് ആർക്കാണ്? ഭക്തർക്ക്. ഭഗവാൻ കൊടുക്കുന്നു അവർക്ക് ക്രെഡിറ്റ്. ഭഗവാൻ ക്രെഡിറ്റ് എടുക്കുന്നില്ല. ഈ ഒരു യുദ്ധത്തിൻ്റെ കാര്യം മാത്രമല്ല, ഈ യുദ്ധം ധർമ്മയുദ്ധമാണ്. അപ്പോൾ ചെയ്യേണ്ടതായിട്ടുള്ള യുദ്ധമാണ്, ആവശ്യമുള്ള യുദ്ധമായിരുന്നു, അനാവശ്യമായിരുന്നില്ല. ഇതേപോലെയാണ് ഓരോ കാര്യങ്ങളും. ഭഗവാന്റെ പ്ലാൻ അനുസരിച്ച് കാര്യങ്ങൾ നടക്കുന്നു. അപ്പോൾ ഭക്തരെ നിമിത്തമാക്കി മാറ്റും ഇടയിൽ. എന്നിട്ട് നിമിത്തമാക്കുന്നു, ക്രെഡിറ്റും കൊടുക്കുന്നു. ഇപ്പോൾ ശ്രീലപ്രഭുപാദിൻ്റെ കാര്യം തന്നെ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം, ശ്രീ ചൈതന്യ മഹാപ്രഭു 500 വർഷങ്ങൾ മുമ്പ് ഭഗവാൻ കൃഷ്ണൻ തന്നെ മഹാപ്രഭു ആയി വന്ന സമയത്ത് അദ്ദേഹത്തിനും ചെയ്യാമായിരുന്നു. വേണമെങ്കിൽ ലോകം മുഴുവനും പ്രചരണം നടത്താമായിരുന്നു. അദ്ദേഹത്തിന് ചെയ്യാൻ സാധിക്കാത്ത കാര്യമാണോ? അല്ല. പക്ഷേ ആ ക്രെഡിറ്റ് അദ്ദേഹത്തിൻ്റെ ഭക്തർക്ക് കിട്ടാൻ വേണ്ടി അദ്ദേഹം അത് മാറ്റിവെച്ചു. അങ്ങനെ അതിനുശേഷം വന്നിട്ടുള്ള ആചാര്യന്മാർക്ക് ഓരോരുത്തർക്കും ഭക്തിവിനോദ് ഠാക്കൂറിന് ക്രെഡിറ്റ് കൊടുത്തു, ശില ഭക്തി സിദ്ധാന്ത സരസ്വതി ഗോസ്വാമി മഹാരാജിന് കൊടുത്തു, നമ്മുടെ ശില AC ഭക്തിവിനോദ സ്വാമി മഹാരാജ് ശില പ്രഭുപാദനും ഏറ്റവും വലിയ ക്രെഡിറ്റ് കൊടുത്തത് അദ്ദേഹത്തിനാണ്, നമ്മുടെ പ്രഭുപാദന്. അതാണ് പ്ലാൻ ചെയ്തത് ഭഗവാൻ. അദ്ദേഹത്തിന് ചെയ്യാമായിരുന്നു. എന്നാൽ എക്സിക്യൂട്ട് ചെയ്തത് ആരെ ഉപയോഗിച്ചിട്ടാണ്? ഭക്തർ ആണ് അത് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ എക്സിക്യൂട്ട് ചെയ്യുന്നവർക്ക് ക്രെഡിറ്റ് കൊടുക്കുകയും ചെയ്യുന്നു. അതാണ് സംഭവിക്കുന്നത്. ഇവിടെ ശിലപ്രഭുജി അതുകൊണ്ട് പറയുന്നു, ഭഗവാൻ പറയുന്ന കാര്യങ്ങൾ, ഭഗവാനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഒരു ആധ്യാത്മിക ഗുരുവിൽ നിന്ന് പഠിച്ച് അവർ പറയുന്നതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ നമ്മൾ മോൾഡ് ചെയ്തെടുക്കുകയാണെങ്കിൽ എല്ലാവിധ സക്സസ്സും നമുക്കുണ്ടാവും. കാര്യം ഭഗവാന്റെ പ്ലാനും ശുദ്ധഭക്തരുടെ പ്ലാനും എല്ലാം ഒന്ന് തന്നെയാണ്. കാര്യം എന്താണ്? ഭഗവാന്റെ ശുദ്ധഭക്തർ അല്ലെങ്കിൽ ഗുരു സ്ഥാനത്തുള്ളവർ അവർ ഭഗവാന്റെ ഇഷ്ടത്തിനനുസരിച്ച് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ പ്ലാൻ ചെയ്യില്ല. ഭഗവാന്റെ പ്ലാനുമായിട്ട് അലൈൻ ആവുന്ന പ്ലാനായിരിക്കും അവരുടെ എല്ലാം ഉണ്ടാവുക. ശരിക്കും പറയണമെങ്കിൽ ഒരേ പ്ലാന് തന്നെയായിരിക്കും. അതാണ് ഇവിടെ പറയുന്നത്, വ്യത്യാസമില്ല എന്നുള്ളത്. നമ്മൾ അവർ പറയുന്നത് ഫോളോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാ വിജയവും നമ്മുടെ ജീവിതത്തിലുണ്ടാവും. ജീവിതത്തിൽ വിജയം എന്ന് ഉദ്ദേശിക്കുന്നത് ഭൗതികമായിട്ടുള്ള നേട്ടങ്ങളല്ല. ഭൗതികമായിട്ടുള്ള നേട്ടങ്ങൾ, കുറേ പൈസ അക്കൗണ്ടിൽ വന്നു, ലോട്ടറി അടിക്കുന്നു, അതല്ല വിജയം. അതൊക്കെ താൽക്കാലികമായിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ടൊരു പ്രയോജനവും ഇല്ല നമുക്ക്. നമ്മുടെ അഹങ്കാരം കൂടുന്നു, നമ്മുടെ കർമ്മം കൂടുന്നു, ഇതൊക്കെയാണ് സംഭവിക്കുന്നത്. വിജയം എന്ന് പറയുന്നത് നമ്മുടെ ആക്ച്വൽ ഐഡൻറ്റിറ്റി, നമ്മൾ ഈ ശരീരമല്ല, ആത്മാവ് എന്ന് പറയുന്ന ആ ആത്മാവിന് കിട്ടുന്ന ആ ഒരു ബെനിഫിറ്റ് എന്താണോ അതാണ് വിജയം. ശരീരത്തിന് കിട്ടുന്നത് ഒന്നും പ്രയോജനമില്ല. അത് ഇന്നല്ലെങ്കിൽ നാളെ നശിക്കുന്ന കാര്യങ്ങളാണ്. എന്തൊക്കെ കിട്ടിയിട്ടും കാര്യമില്ല. അതൊക്കെ വെറുതെയാണ്, വേസ്റ്റാണ് ആക്ച്വലി. അത് കിട്ടിക്കഴിഞ്ഞാൽ പ്രോബ്ലം എന്താണ്? നമ്മളതിൻ്റെ പുറകിലാവും പിന്നെ. അപ്പോൾ ഭഗവാനെ ഒന്നും കൂടെ മറക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതാണ്. അപ്പോൾ വിജയം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആധ്യാത്മിക പാതയിലുള്ള ആ ഒരു സക്സസ്സിനെ കുറിച്ചാണ് പറയുന്നത്. നമുക്കതാണ് വേണ്ടതും. അതേ നിലനിൽക്കുന്ന സക്സസ് ഉള്ളൂ, അതേ ശാശ്വതമായിട്ടുള്ള സക്സസ് ഉള്ളൂ. ബാക്കിയുള്ളതെല്ലാം താൽക്കാലികമാണ്. നമ്മൾ കമ്പനിയുടെ CEO ആണ്, ആപ്പിൾ എന്ന് പറയുന്ന കമ്പനി, ഗൂഗിൾ എന്ന് പറയുന്ന കമ്പനിയുടെ CEO ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. താൽക്കാലികമായിട്ടുള്ള പോസ്റ്റാണത്. എന്ന് വേണമെങ്കിലും പോവാം. അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ആളായിരിക്കാം. അതിലൊന്നുമല്ല കാര്യം ഇരിക്കുന്നത്. അതൊക്കെ ഈ ജന്മത്തിൽ നമുക്ക് എന്തോ ഒരു സുകൃതി കാരണം കിട്ടുന്നതാണ്. അതിൽ നമ്മൾ അഹങ്കരിച്ച് അതിൻ്റെ പുറകിൽ നടക്കുവാണെങ്കിൽ ഇനി ചിലപ്പോൾ ഏത് ബോഡി കിട്ടുമെന്ന് പോലും നമുക്കറിയില്ല. മനുഷ്യ ശരീരം പോലും കിട്ടുമോ ഇനി എന്നുള്ളത് അറിയാൻ പറ്റില്ല. അങ്ങനെയാണ് അവസ്ഥ. അപ്പോൾ വിജയം അതല്ല വിജയം. അത് വിജയമേ ആയി കണക്കാക്കാൻ നമുക്ക് സാധിക്കില്ല. ആക്ച്വൽ സക്സസ് നമ്മുടെ ലൈഫിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആധ്യാത്മിക പാതയിൽ സ്പിരിച്വലി നമ്മൾ എത്രമാത്രം മുന്നോട്ട് പോകുന്നുണ്ടോ, നമുക്ക് എത്രമാത്രം പരിവർത്തനം വരുന്നുണ്ട്, എത്രമാത്രം നമ്മൾ പ്യുവർ ആവുന്നുണ്ട്, എന്നിട്ട് ഭഗവാന്റെ അടുത്തേക്ക് പോകാനുള്ള ക്വാളിഫിക്കേഷൻ നമുക്ക് എപ്പോഴാണ് കിട്ടുന്നത്, അതാണ് സക്സസ്. അതാണ് ഈ മനുഷ്യജന്മം കൊണ്ടുള്ള ഉദ്ദേശം. ഈ മനുഷ്യ ശരീരം ഭഗവാൻ തന്നിട്ടുള്ളതിൻ്റെ ഉദ്ദേശം അത് മാത്രമാണ്.
അല്ലാതെ ഇവിടെ തന്നെ വലിയ ആളായിട്ടിരിക്കാനല്ല. ഈ വീട്ടിലിരിക്കുന്ന ആൾക്കാർ ഈ സ്ഥലത്തിരിക്കേണ്ട ആൾക്കാരല്ലല്ലോ. അപ്പോൾ ഇവിടെ തന്നെ ഇരിക്കാനുള്ള, ഇവിടെ ഇരിക്കുന്ന സമയത്ത് നന്നായിട്ടിരിക്കാനുള്ള അവസരം ഭഗവാൻ തരുന്നു. പക്ഷെ നമ്മൾ അതാണ് എല്ലാം എന്ന് വിചാരിച്ച് ഇരിക്കുമ്പോഴാണ് പ്രശ്നം വരുന്നത്. എന്നാൽ നമുക്ക് തന്നിട്ടുള്ള സുഖ സൗകര്യങ്ങളൊക്കെ, എല്ലാ ഫെസിലിറ്റീസും, ഭഗവാൻ തന്നിട്ടുള്ള ഫെസിലിറ്റീസ് എല്ലാം ശരിയായിട്ട് ഭഗവാന്റെ സേവനങ്ങളിലേക്ക് ഉപയോഗിച്ച് നമ്മൾ ആധ്യാത്മിക കാര്യങ്ങളിൽ കുറച്ച് ശ്രദ്ധ കൊടുത്ത് ആ ഒരു പുരോഗതി നമുക്ക് കിട്ടുവാണെങ്കിൽ വളരെ ഭംഗിയാണ്, വളരെ നല്ല കാര്യമാണ്. ആക്ച്വലി അതാണ് ചെയ്യേണ്ടത്. ഒരുപാട് ഭക്തരുണ്ട്, വലിയ വലിയ പോസ്റ്റിലിരിക്കുന്നവർ. അപ്പം നമ്മൾ വിചാരിക്കും CEO, കമ്പനിയുടെ CEO ആവുക അല്ലെങ്കിൽ വലിയ ജനറൽ മാനേജർ ആവുക എന്നൊക്കെ പറയുന്നത്, എത്രയോ നല്ല ഭക്തരും ആ ഒരു പോസ്റ്റിലിരിക്കുന്നവരുണ്ട്. പക്ഷേ ഭക്തരും ഭക്തരല്ലാത്തവരും അതേ പോസ്റ്റിലിരിക്കുന്ന ആളുകളുടെ മെൻറ്റാലിറ്റി പൂർണ്ണമായിട്ടും വ്യത്യാസമാണ്, ഓപ്പോസിറ്റാണ് ആക്ച്വലി. ഭക്തർ എപ്പോഴും ചിന്തിക്കുന്നത് അത് ഭഗവാന്റെ കാരുണ്യം കൊണ്ട് എനിക്ക് ഈ ഒരു പൊസിഷൻ തന്നിട്ടുണ്ട്, എൻ്റെ ഉദ്ദേശം ഈ ഒരു പൊസിഷനിൽ ഇരുന്നു കൊണ്ട് എന്താണോ എനിക്ക് കിട്ടുന്നത് അതെല്ലാം ഭഗവാന്റേതാണ്, അല്ലാതെ എൻ്റെ അല്ല. എല്ലാം ഭഗവാൻ തരുന്നത് അദ്ദേഹത്തിൻ്റെ തന്നെ. അപ്പോൾ ഭഗവത് സേവനങ്ങളിലേക്ക് അതെല്ലാം നമ്മൾ റീഡയറക്റ്റ് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ലൈഫ് സക്സസ് ആണ്. അപ്പോൾ ഫൈനലി അവർക്കും ഭഗവാന്റെ അടുത്തേക്ക് പോകാനുള്ള അവസരം കിട്ടുന്നു. അപ്പോൾ അതാണ് നമുക്ക് തരുന്നതെല്ലാം ഭഗവാന്റെ കാരുണ്യമാണ്. അതുകൊണ്ട് അദ്ദേഹത്തിനെ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുക എന്നുള്ളത്. അപ്പോൾ ഇത് വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വിഷയമല്ല. നമ്മുടെ ആ ഒരു ചിന്താഗതി ഒന്ന് മാറ്റിയാൽ മാത്രം മതി. അതാണ്. എനിവേ, ഓക്കെ, ഒരു ലാസ്റ്റ് ശ്ലോകം കൂടെ നോക്കാം. ഒരു മിനിറ്റ് ഞാൻ നോക്കട്ടെ. 35. ഓക്കെ, ഈ ഒരു ശ്ലോകം കൂടെ നോക്കി, അല്ലെങ്കിൽ ഇല്ല, ഇത് അടുത്ത സെക്ഷനാണ് ആക്ച്വലി. 35 മുതൽ സഞ്ജയൻ പറയുന്നു, പിന്നെ അർജുനൻ പറയുന്നു. അർജുനൻ്റെ പ്രാർത്ഥനയാണ് ആക്ച്വലി 36 മുതൽ. അപ്പോൾ ഈ ഒരു ശ്ലോകം കൂടെ നോക്കാം, 35 കൂടെ നോക്കി നമുക്ക് എൻഡ് ചെയ്യാം. സഞ്ജയോ വാച ഏതത് ശ്രുത്വാ വചനം കേശവസ്യ കൃതാഞ്ജലിർവേപമാനാ കിരീടീ നമസ്കൃത്വാ ഭൂയ ഏവാഹ കൃഷ്ണം സാഗദ്ഗദം ഭീതഭിധാ പ്രണമ്യ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. സഞ്ജയ ഉവാച ഏതച്ഛുത്രോ വചനം കേശവസ്യ കൃതാഞ്ജലിർവേപമാനകിരീടേ നമസ്കൃത്വാ ഭൂയ ഏവാഹ കൃഷ്ണം സഗദ്ഗദം ഭീത പ്രണമ്യ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. സഞ്ജയ ഉവാച ഏതത് ശ്രുത്വാ വചനം കേശവസ്യ കൃതാഞ്ജലിർവേപമാനഃ കിരീടീ നമസ്കൃത്വാ ഭൂയ ഏവാഹ കൃഷ്ണം സഗദ്ഗദം ഭീത പ്രണമ്യ. ഹരേ കൃഷ്ണ. താങ്ക് യു. ഹരേ കൃഷ്ണ പ്രഭു. സഞ്ജയ ഉവാച ഏതച്ഛുത്വാ വചനം കേശവസ്യ കൃതാഞ്ജലിർവേപമാനഃ കിരീടീ നമസ്കൃത്വാ ഭൂയ ഏവാഹ കൃഷ്ണം സഗദ്ഗദം ഭീത പ്രണമ്യ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഓം നമോ ഭഗവതേ വാസുദേവായ. സഞ്ജയ ഉവാച ഏതത് ശ്രുത്വാ വചനം കേശവസ്യ കൃതാഞ്ജലിർവേപമാനഃ കിരീടീ നമസ്കൃത്വാ ഭൂയ ഏവാഹ കൃഷ്ണം സഗദ്ഗദം ഭീത പ്രണമ്യ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. സഞ്ജയ ഉവാച ഏതത് ശ്രുത്വാ വചനം കേശവസ്യ കൃതാഞ്ജലിർവേപമാനഃ കിരീടീ നമസ്കൃത്വാ ഭൂയ ഏവാഹ കൃഷ്ണം സഗദ്ഗദം ഭീത പ്രണമ്യ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. സഞ്ജയ ഉവാച ഏതത് ശ്രുത്വാ വചനം കേശവസ്യ കൃതാഞ്ജലിർവേപമാനഃ കിരീടീ നമസ്കൃത്വാ ഭൂയ ഏവാഹ കൃഷ്ണം സഗദ്ഗദം ഭീത പ്രണമ്യ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓക്കെ, താങ്ക് യു. വിവർത്തനം ഭാവാർത്ഥം
ആരെങ്കിലും ഹരേ വായിക്കും? കൃഷ്ണ. വിവർത്തനം ഭാവാർത്ഥം. ശ്രീല പ്രഭുപാദിക്ക് ജയ്. സഞ്ജയൻ ധൃതരാഷ്ട്രനോട് പറഞ്ഞു, "ആ, രാജാവേ, ഭഗവാന്റെ ഈ വാക്കുകൾ കേട്ടിട്ട് അർജുനൻ വിറപ്പുണ്ട് വീണ്ടും വീണ്ടും കൈകൂപ്പി ഭയത്തോടെ ഇടറുന്ന സ്വരത്തിൽ പറഞ്ഞു." ഭാവാർത്ഥം. മുമ്പ് പറഞ്ഞതുപോലെ കൃഷ്ണന്റെ വിശ്വരൂപം ദർശിച്ചതുകൊണ്ട് അർജുനൻ അത്ഭുതാക്രാന്തനായിപ്പോയി. വീണ്ടും വീണ്ടും ആദരപൂർവ്വം കൃഷ്ണനെ കൈകൂപ്പി വന്ദിച്ചു. ഇടറുന്ന സ്വരത്തിൽ പ്രാർത്ഥിച്ചു. സ്നേഹിതന്റെ നിലയിലല്ല, അമ്പരപ്പാർന്ന ഭക്തന്റെ നിലയിലായിരുന്നു അപ്പോഴദ്ദേഹം. ഹരേ കൃഷ്ണ പ്രഭുജി. താങ്ക് യു. ഹരേ കൃഷ്ണ. താങ്ക് യു. സഞ്ജയൻ ധൃതരാഷ്ട്രോട് പറയുന്നു, അങ്ങനെ വിശ്വരൂപം കണ്ട അർജുനൻ അത്ഭുതപ്പെട്ട് നിൽക്കുവാണ്. അല്ലേ, ഇങ്ങനൊരു രൂപം ഇതിനു മുമ്പ് കണ്ടിട്ടില്ല, ഇതിനു മുമ്പ് ആരും കണ്ടിട്ടുണ്ടാവില്ല. അർജുനന് മാത്രം ഭഗവാൻ കാണിച്ചു കൊടുക്കുന്നു ഈ വിശ്വരൂപം. അല്ലേ, അപ്പോൾ ഈ വിശ്വരൂപം കണ്ട് അദ്ദേഹം കൈകൂപ്പിക്കൊണ്ട് പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത് ഭഗവാനോട്. അദ്ദേഹത്തിൻ്റെ ശബ്ദമൊക്കെ ഇടറുന്നുണ്ട്. ഈ ഒരു രൂപം കണ്ട് പേടിയാവുന്നു, അതേ സമയത്ത് ആദരവുണ്ട്, റെസ്പെക്റ്റുണ്ട്, എല്ലാം കൂടെ വന്ന് അർജുനൻ്റെ ആ ഒരു അവസ്ഥ അദ്ദേഹം വിറയ്ക്കുമായിരുന്നു. അതാണ് ഇവിടെ പറയുന്നത്. അദ്ദേഹം വിറയ്ക്കുന്നുണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ ശബ്ദം ഇടറുന്നുണ്ടായിരുന്നു. അങ്ങനെ അർജുനൻ ഇപ്പോൾ ഭഗവാനെ കൃഷ്ണനെ സുഹൃത്തായിട്ടല്ല കാണുന്നത്, അദ്ദേഹത്തിൻ്റെ ഭാവം മാറി. ഭക്തനാണ്, അത് ഭക്തൻ ഭഗവാനെ കാണുന്ന ഒരു ഭാവത്തിൽ അദ്ദേഹം ആണ് ഇപ്പോൾ നിൽക്കുന്നത്. സുഹൃത്ത് എന്നുള്ള പറയുന്ന സുഹൃത്തായിരുന്നു അല്ലെങ്കിൽ സുഹൃത്താണ് അർജുനൻ കൃഷ്ണൻ്റെ, അല്ലേ, നമുക്കറിയാം. എന്നാൽ ആ ഒരു ഭാവം പതുക്കെ മാറുന്നു. അങ്ങനെ കൈകൂപ്പിക്കൊണ്ട് ശബ്ദമിടറിക്കൊണ്ട് വിറച്ചുകൊണ്ട് അർജുനന് പ്രാർത്ഥിക്കുകയാണ് ഇനി അങ്ങോട്ട്. ആ പ്രാർത്ഥന നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഭഗവാന്റെ കാരുണ്യം ഉണ്ടെങ്കിൽ ബാക്കി നമുക്ക് പഠിക്കാം. ശ്രീമദ് ഭഗവത്ഗീത की जय, जगतगुरु शिला प्रभुपाद की जय, समवेद गौर भक्त वृंद की जय, गौड़ीय गुरु वृंद की जय, निताय गौर प्रेमानंदे। वंशाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। थैंक यू. हरे कृष्णा. प्रणामो.